ഈ ആയത്തിൽ അങ്ങനെ ഒരു തഫ്സീറുണ്ട്. അതായത് ഇവിടെ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വ ഖബ്ല ഗുറൂബിഹ. ഖബ്ല തുലൂഇ ശംസ് എന്ന് പറഞ്ഞാൽ ഷംസ് ഉദിക്കുന്നതിന് മുമ്പ് ഫജ്ർ നിസ്കാരമാണ്. വ ഖബ്ല ഗുറൂബിഹ എന്ന് പറഞ്ഞാൽ ഷംസ് അസ്തമിക്കുന്നതിന് മുമ്പ് ദുഹുറും അസറുമാണ്. വമിൻ ആനാഇൽ ലൈൽ, രാത്രിയുടെ സമയങ്ങളിൽ നിസ്കാരം മഗ്രിബും ഇശയാണ്. ശരി, ആ രീതിയിൽ ഈ ആയത്തിന് തഫ്സീർ നൽകിയിട്ടുണ്ട്. ഒക്കെ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുള്ള മുഫസ്സിരീങ്ങൾ ഈ അഞ്ച് നിസ്കാരങ്ങൾക്ക് ഈ ആയത്തിലും ദലീലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചില ഹദീസുകളിൽ ഇത് ഫജ്ർ നിസ്കാരവും ഇത് അസ്ർ നിസ്കാരവുമാണ് എന്ന് പ്രത്യേകം വന്നിട്ടുണ്ട്. അലാ കുല്ലി വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഹ്റതൽ ഹയാത്തിദ് ദുനിയ ലിനഫ്തിനഹും ഫീഹി വരിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖ. വലാ തമുദ്ദന്ന ഐനൈക. ഐനൈക എന്ന് പറഞ്ഞാൽ താങ്കളുടെ രണ്ട് കണ്ണുകൾ. ഐനൈക, ഐനുൻ ഐനാനി അതാണ് ഐനൈക. താങ്കളുടെ രണ്ട് കണ്ണുകളെ എന്താ ലാ തമുദ്ദന്ന, താങ്കൾ എന്താ മദ്ദയ മുദ്ദു, മദ്ദ എന്ന് പറഞ്ഞാൽ നീട്ടുക. ലാ തമുദ്ദന്ന, താങ്കൾ നീട്ടുക തന്നെ ചെയ്യരുത് എന്നാണ്. ഐനൈക, താങ്കളുടെ രണ്ട് കണ്ണുകളെ. താങ്കൾ കണ്ണുകളെ നീട്ടരുത് തന്നെ എന്താണ്? കണ്ണുകളെ ഇങ്ങനെ തുറച്ചു നോക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ആവർത്തിച്ചു നോക്കുക എന്നുള്ള ഉദ്ദേശമാണ്. ഏതിലേക്ക്? ഇലാമ മത്താന ബിഹി. ഇലാമ മത്താന, മത്താന എന്നാണ് നാം ആസ്വദിപ്പിച്ചു. മാ മത്താന നാം ആസ്വദിപ്പിച്ച കാര്യം, ആസ്വദിപ്പിച്ചത്. ഇലാമ മത്താന ബിഹി, ഏതൊന്നുകൊണ്ടാണോ നാം ആസ്വദിപ്പിച്ചത് അതിലേക്ക് താങ്കൾ നോക്കരുത് എന്നാണ്. നോക്കരുത് എന്ന് പറയുന്നത് സൂക്ഷ്മമല്ല, ആവർത്തിച്ച് നോക്കരുത് അല്ലെങ്കിൽ തുറച്ചു നോക്കരുത് എന്നുള്ള അർത്ഥത്തിൽ. നാം ആസ്വദിപ്പിച്ചത് ആരെയാണ്? അസ്വാജ മിൻഹും, അവരിൽ ചിലരെയാണ്. അസ്വാജ് എന്ന് പറഞ്ഞാൽ അവിടെ ഇണകൾ, ജോഡികൾ എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ അസ്നാഫ്, അൻവാ എന്ന അർത്ഥത്തിൽ, അവരിൽ പലരെയും എന്ന അർത്ഥത്തിൽ, അസ്നാഫ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ അസ്വാജ്. അപ്പോൾ അവരിൽ പല വിഭാഗങ്ങളെയും നാം ആസ്വദിപ്പിച്ചതിലേക്ക് താങ്കൾ ലാ തമുദ്ദന്ന ഐനൈക്. എങ്ങനെയാണ് ആസ്വദിപ്പിച്ചത്? സഹ്റത്തൽ ഹയാത്തിദ് ദുനിയ. അൽ ഹയാത്തിദ് ദുനിയ, ഇഹലോകം, ഇഹലോക ജീവിതം, അതിൻ്റെ സഹ്റത്തായി. സഹ്റത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സീനത്ത്, അലങ്കാരമായി. സഹ്റത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീനത്ത് എന്നുള്ള ഉദ്ദേശം. സീനത്തൽ ഹയാത്തിദ് ദുനിയ, ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരമായി, ഹാലാണ് അലങ്കാരമായി, അവരിൽ പല വിഭാഗങ്ങളെയും നാം ആസ്വദിപ്പിച്ചതായ പല വിഭവങ്ങളുണ്ട്. ലാ തമുദ്ദന്ന ഐനൈക, ഞാൻ അതിൻ്റെ ഉദ്ദേശം പറയാം. ലിനഫ്തിനഹും ഫീഹി. എന്താ ലിനഫ്തിനഹും? ലിനഫ്തിനഹും, നാം അവരെ പരീക്ഷിക്കാൻ. ഫതന യഫ്തിനാണ് പരീക്ഷിച്ചു. നഫ്തിനു, നാം പരീക്ഷിക്കും. നഫ്തിനഹും, നാം പരീക്ഷിക്കുവാൻ. ഫീഹി, അതിൽ, നാം വിഭവമായി നൽകിയതിൽ. ഇവിടെ ലീ എന്നുള്ളത് വേണ്ടി എന്ന അർത്ഥത്തിലല്ല കേട്ടോ. ലാമുൽ ആഖിബ എന്നാ പറയാം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് എന്തിനാണ്? അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണം അതിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. പരീക്ഷണം അതിൽ നിന്നുണ്ടായി എന്നുള്ള, പരീക്ഷണം അതിൽ ഉണ്ടായി എന്നുള്ളതാണ്. അത് അറിയിക്കാനാണ് ഈ ലാം. അല്ലാതെ പരീക്ഷിക്കാൻ വേണ്ടി എന്നുള്ള അർത്ഥം അവിടെ സൂക്ഷ്മമല്ല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ തമുദ്ദന്ന ഐനൈക എന്ന് പറഞ്ഞത്. അത് വലാ തമുദ്ദന്ന ഐനൈക, അവിടെ നോക്കരുത് എന്നല്ല പറഞ്ഞില്ല, വലാ തൻദുർ എന്നല്ല പറഞ്ഞത്. വലാ തൻദുർ ബി ഐനൈക, താങ്കളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ നോക്കരുത് എന്നല്ല പറഞ്ഞത്. പിന്നെയോ വലാ തമുദ്ദന്ന ഐനൈക എന്നാണ് പറഞ്ഞത്. എന്താ തമ്മിൽ വ്യത്യാസം? നോക്കിപ്പോവുക എന്നുള്ളത് ഏതൊരു ഭൗതിക വിഭവങ്ങൾ, ഞാൻ ആർക്കാണെങ്കിലും നോക്കിപ്പോവുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. പക്ഷേ ഇപ്പോൾ സ്ത്രീകളെ നോക്കുന്ന വിഷയത്തിൽ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ഒരു നോട്ടം നിനക്കുള്ളതാണ്, പിന്നത്തെ നോട്ടം നിനക്കുള്ളതല്ല എന്ന് പറഞ്ഞു അല്ലേ? ലക്കൻ നബറ ഊല വലൈസ ലക സാനിയ.
കാരണം എന്താ, ആ ഒരു നോട്ടം നോക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്, ഉണ്ടാവും. അതേപോലെയാണ് ഇവിടെ. ഇപ്പം ഖാറൂൻ്റെ വിഷയത്തിൽ പറഞ്ഞില്ലേ, ഖാറൂൻ്റെ വിഷയത്തിൽ 2 കൂട്ടരുണ്ടായി. ഖാറൂന് എന്താ, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗ അലൈഹി. പറയാം വ ആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ എന്നാണ്. ഖാറൂൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഖജനാവുകളുണ്ടല്ലോ, അത് വളരെ വളരെ ഗംഭീരമാണ്. അത് കാണാൻ മാത്രമുള്ളതാണ്. എത്രമാത്രം, പിന്നെ അവൻ്റെ അമ്പരചുംബിയായ വീട് വരെ, ഖാറൂൻ്റെ സ്വത്ത് വളരെ വലിയ സ്വത്തായിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല യഥേഷ്ടം നൽകി. പിന്നെ മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാറൂന് നൽകിയത് ആളുകൾ ഇവിടെ കണ്ട്. അപ്പോൾ ഒരു കൂട്ടരെന്താ പറഞ്ഞത്, യാ ലൈതലന മിസ്ലമ ഊതിയ ഖാറൂൻ, ഖാറൂന് നൽകിയ ഞമ്മക്കുണ്ടായിരുന്നെങ്കിൽ. അവർ കേവലം ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ കണ്ണെടുക്കല്ല ചെയ്തത്, പിന്നെ അവരിങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. അത് സൂക്ഷ്മമായിട്ട് വായിച്ചു. അമ്പരചുംബിയായവൻ്റെ എടുപ്പ്, അതേപോലെ തന്നെ പ്രൗഢമായിട്ടുള്ള അവൻ്റെ എല്ലാ കാര്യങ്ങളും അതവർ കണ്ട് 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 അവർ പറയാണ് യാ ലൈതലന മിസ്ലമ ഊതിയ ഖാറൂൻ, ഖാറൂന് നൽകിയത് ഞങ്ങൾക്കുണ്ടായി. ഇതാണ് ഈ നോട്ടം നോക്കി, ഈ പറഞ്ഞ നോട്ടം നോക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് ഉണ്ടാകുക. ഖാറൂൻ്റെ ആളുകൾ പറഞ്ഞ പോലെ യാ ലൈതലന മിസ്ലമ ഊതിയ ഖാറൂൻ എന്ന് പറയും. അതേസമയം മറ്റൊരു വിഭാഗം അവർ ഇത് കണ്ടിട്ടുണ്ട്, ഖാറൂന് കൊടുത്ത് കണ്ട്. അവരെന്താ പറഞ്ഞത്, വൈലക്കും സവാബുല്ലാഹി ഖൈർ, വൈലക്കും സവാബുല്ലാഹി ഖൈർ എന്നാണ് പറഞ്ഞത്. കഷ്ടം, അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് ഉത്തമം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ അള്ളാഹിൻ്റെ പ്രതിഫലവും മനസ്സിലാക്കിയിട്ടുണ്ട്, ഖാറൂന് കൊടുത്തവും കണ്ടിട്ടുണ്ട്. അവർ കണ്ടിട്ടുണ്ട് ഖാറൂന് കൊടുത്തത്, പക്ഷെ അവർ കണ്ണുകൊണ്ട് നോട്ടാൻ നോക്കിയിട്ടുള്ളൂ. അവരെന്ത് ചെയ്തില്ല, ഈ കണ്ണുകൊണ്ട് ഇങ്ങനെ ഈ ഉണ്ടല്ലോ, പിന്നെ നോട്ടം രൂക്ഷമായി അല്ലെങ്കിൽ ആവർത്തിച്ച് നോക്കുക എന്നുള്ളത് അവരിൽ നിന്ന് ഉണ്ടായിട്ടില്ല. സ്ത്രീകളുടെ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ്. സ്ത്രീകളുടെ വിഷയത്തിൽ ഇപ്പം നോട്ടം ഒന്ന് നമുക്ക് ആകസ്മികമായിട്ടുണ്ടാകുന്ന നോട്ടമാണ്, അതാകാം. അതേസമയം പിന്നെ കവിതയിൽ പറഞ്ഞില്ലൊരു നബർത്തു ഇലൈഹ നബറത്തൻ ഫതഹയ്യറത് ദഖായിഖു ഫികരി ഫി ബദീഇ സിഫാതിഹ ഫഔഹ ഇലൈഹ തർഫു അന്നി ഉഹിബ്ബുഹ ഫസ്സറ ദാക്കൽ വഹ്യു ഫി വജനാതിഹ എന്നല്ലേ. നോക്കും ചെയ്ത് ആ നോട്ടം അവളിൽ നിയലിക്കും ചെയ്ത് പിന്നെ കണ്ണുകൊണ്ട് ഐ ലവ് യു എന്ന് പറയും ചെയ്തു എന്നൊക്കെ പറയല്ലേ. അതാണ്, ആ നോട്ടാണ് പ്രശ്നം, അത് പാടില്ലാത്തത്. ഒരു നോട്ടം നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നോട്ടം തന്നെ എമ്മാതിരി നോട്ടാക്കിയിട്ടുണ്ടെങ്കിൽ തുളച്ചു കയറുന്ന നോട്ടായിട്ടുണ്ടെങ്കിൽ അതാണ് പ്രശ്നം. അതേസമയം നമ്മൾ ആകസ്മികമായിട്ട് നോക്കുന്ന അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മനുഷ്യൻ നോക്കിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകും. ഇതിപ്പോൾ എത്ര നല്ല വീടുകൾ കണ്ടെങ്കിൽ മനുഷ്യന്മാർ നോക്കൂലേ, അതേപോലെ തന്നെ നല്ല തോട്ടങ്ങൾ കണ്ടാൽ നോക്കൂലേ, അതേപോലെ തന്നെ ഭൗതികം ഒരു നല്ല കാറ് കണ്ടെങ്കിൽ നോക്കൂലേ. അതൊക്കെ ഉണ്ടാവും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടില്ല. വിലക്കിയത് എന്താണ്, ഇലാമ മത്താന ബിഹി അസ്വാജ മിൻഹും, അവരിൽ പലർക്കും നാം ആസ്വദിപ്പിച്ചതായ അനുഭവമാക്കിയതായ കാര്യങ്ങളിലേക്ക് ലാ തമുദ്ദന്നൈനൈക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആ കണ്ണുകൾ കൊണ്ടുള്ള ഈ ലാ തമുദ്ദന്ന, അതാണ് പാടില്ലാത്തത്.